ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്ക് ഒക്ടോബർ മാസത്തിലെ 8-ാം തീയതിയിലത്തെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ നോക്കാം. ഇന്ത്യൻ വ്യോമസേനാ ദിനം എന്നാണ് ഇന്ത്യൻ വ്യോമസേനാ ദിനം? ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ 8. ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങാൻ UGC അനുമതി നൽകിയ സർവകലാശാലകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട സർവകലാശാലകൾ ഏതൊക്കെ? ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങാൻ UGC അനുമതി നൽകിയ സർവകലാശാലകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട സർവകലാശാലകൾ ഏതൊക്കെയാണ്? 1 MG സർവകലാശാല, 2 കേരള സർവകലാശാല. അപ്പോൾ MG സർവകലാശാലയും കേരള സർവകലാശാലയുമാണ് ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങാൻ UGC അനുമതി നൽകിയ കേരളത്തിലെ സർവകലാശാലകൾ. രാജ്യത്തെ 113 സർവകലാശാലകൾക്ക് ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങാൻ UGC അനുമതി നൽകി. രാജ്യത്തെ 113 സർവകലാശാലകൾക്ക് ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങാൻ UGC എന്ത് നൽകി? അനുമതി നൽകി. UGC എന്നാണ് രൂപീകരിച്ചത്? 1953 ഡിസംബർ 28-നാണ് UGC രൂപീകരിച്ചത്. UGCയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് ആസ്ഥാനം. UGC രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC രൂപീകരിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈൻ സുവോളജിക്കൽ പാർക്ക് ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈൻ സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈൻ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? 2025 ഒക്ടോബർ 28-ന്. 2025 ഒക്ടോബർ 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഭരണ നേതൃത്വത്തിൽ ഇടവേളകൾ ഇല്ലാതെ കാൽനൂറ്റാണ്ടിലേക്ക് കടന്ന നേതാവ് ആരാണ്? ഭരണ നേതൃത്വത്തിൽ ഇടവേളകളില്ലാതെ കാൽനൂറ്റാണ്ടിലേക്ക് കടന്ന നേതാവ് ആരാണ്? കാൽനൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 25 വർഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയായ കേരള സ്കൂൾ ഒളിമ്പിക്സിന് 2025 വേദിയായത് എവിടെയാണ്? സംസ്ഥാന സ്കൂൾ കായികമേളയായ കേരള സ്കൂൾ ഒളിമ്പിക്സിന് വേദിയായത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. ബ്ലൂംബെർഗിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് ഏതാണ്? ഓപ്പൺ AI ആണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ ആദരിക്കാൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഏതാണ്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ ആദരിക്കാൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഏതാണ്? മലയാളം വാനോളം ലാൽസലാമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ ആദരിക്കാൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ ആദ്യ വ്യക്തി ആരാണ്? മലയാളി ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ് കിട്ടിയത്. ശാസ്ത്ര ഗവേഷണത്തിനുള്ള യൂറോപ്യൻ യൂണിയന്റെ മേരി ക്യൂറി ഫെലോഷിപ്പായ മലയാളി ആരാണ്? ശാസ്ത്ര ഗവേഷണത്തിനുള്ള യൂറോപ്യൻ യൂണിയന്റെ മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ മലയാളി ആരാണ്? അപർണ ശ്രീപ്രകാശ്. ആർക്കാണ് കിട്ടിയത്? അപർണ ശ്രീപ്രകാശിനാണ് യൂറോപ്യൻ യൂണിയന്റെ മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ മലയാളി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന VS അച്യുതാനന്ദൻ കേരള പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? S രാമചന്ദ്രപിള്ള. ആർക്കാണ് കിട്ടിയത്? S രാമചന്ദ്രപിള്ളയ്ക്കാണ് കിട്ടിയത്. 2025 ഒക്ടോബർ ഇന്ത്യൻ ആർമിയിൽ നിന്നും കമൻഡേഷൻ കാർഡ് നൽകി ആദരിക്കപ്പെട്ട മലയാള ചലച്ചിത്ര നടൻ ആരാണ്? 2025 ഒക്ടോബറിൽ ഇന്ത്യൻ ആർമിയിൽ നിന്നും കമൻഡേഷൻ കാർഡ് നൽകി ആദരിക്കപ്പെട്ട മലയാള ചലച്ചിത്ര നടൻ ആരാണ്? മോഹൻലാൽ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ ആത്മഹത്യകളുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്ന സംസ്ഥാനം ഏതാണ്? 1 മഹാരാഷ്ട്ര 38.5%, 2 കർണാടക. 1 മഹാരാഷ്ട്രയും 2-ാം സ്ഥാനം കർണാടക. 2025 ലോക ബഹിരാകാശ വാരത്തിന്റെ പ്രമേയം എന്താണ്? 2025 ലോക ബഹിരാകാശ വാരത്തിന്റെ പ്രമേയം എന്താണ്? ലിവിങ് ഇൻ സ്പേസ്. എന്താണ് പ്രമേയം? ലിവിങ് ഇൻ സ്പേസ് ആണ് പ്രമേയം. ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്ന എത്ര മുതൽ എത്ര വരെയാണ്? ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ 4 മുതൽ 10 വരെ. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23 ആണ്. 11ാമത് വേൾഡ് ഗ്രീൻ എക്കോണമി സമ്മിറ്റ് 2025 വേദി എവിടെയാണ്? ദുബായ് ആണ് 11ാമത് വേൾഡ് ഗ്രീൻ എക്കോണമി സമ്മിറ്റ് 2025 വേദി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടറബിൾ റോഡ് നിലവിൽ വന്നത് എവിടെയാണ്? ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടറബിൾ റോഡ് നിലവിൽ വന്നത് എവിടെയാണ്? ലഡാക്കിലാണ്.
ഇന്ത്യ UK സംയുക്ത അഭ്യാസമായ കൊങ്കൺ 2025 വേദി എവിടെയാണ്? ഇന്ത്യയാണ്. ഇന്ത്യയും UKയും സംയുക്ത അഭ്യാസമായ കൊങ്കൺ 2025 വേദി ഇന്ത്യ. 2025 ഭൗതികശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ആരൊക്കെയാണ്? അപ്പോൾ ഭൗതികശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ്? ഒന്ന് ജോൺ ക്ലർക്ക്. ആർക്കാണ്? ഒന്ന് ജോൺ ക്ലർക്കിനാണ് കിട്ടിയത്. രണ്ടാമത് കിട്ടിയത് മിഷേൽ എച്ച് ഡെവോറ. മിഷേൽ എച്ച് ഡെവോറയ്ക്കാണ് രണ്ടാമത് കിട്ടിയത്. മൂന്നാമത് കിട്ടിയത് ജോൺ M മാർട്ടിനിസ്. ആരാണ്? ജോൺ M മാർട്ടിനിസിനാണ് മൂന്നാമത് കിട്ടിയത്. ജോൺ ക്ലർക്ക്, മിഷേൽ എച്ച് ഡെവോറ, ജോൺ M മാർട്ടിനസ്. ഇലക്ട്രോണിക് സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിനും ഊർജ്ജ കണ്ടൻസേഷനും സംബന്ധിച്ച നിർണായക കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. അപ്പോൾ എന്തിനാണ് പുരസ്കാരം ലഭിച്ചത്? ഇലക്ട്രോണിക് സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിനും ഊർജ്ജ കോണ്ടൻസേഷനും സംബന്ധിച്ച നിർണായക കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് 3 പേർക്കും എന്ത് കിട്ടിയത്? ഭൗതികശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത്. ആർക്കൊക്കെയാണ് കിട്ടിയത്? ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോറ, ജോൺ M മാർട്ടിനിസ്. ആർക്കൊക്കെയാണ്? ജോൺ M മാർട്ടിനിസിനും ജോൺ ക്ലർക്കിനും മിഷേൽ എച്ച് ഡെവോറയ്ക്കുമാണ് ഭൗതികശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത്. IT അധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കാൻ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? IT അധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കാൻ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? കൊട്ടാരക്കര. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ്. താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.